വറഹ്മത്തുള്ളാഹി നൗഫലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത് കഴിഞ്ഞിട്ട് വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഹജ്ജിൻ്റെ സ്ഥലങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻഷാല്ലാ ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല കാര്യങ്ങളും മുമ്പ് പോയവരോടും അല്ലാത്തവരോടൊക്കെ പലതും അന്വേഷിച്ച് വെക്കും. അപ്പോൾ എങ്ങനെയാണ് ഹജ്ജിൻ്റെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് ആകെ ടെൻഷനാവും. ഞാൻ എന്താ ചെയ്യുക, ഞാൻ എവിടെയൊക്കെ പോവുക, ഏതാണ് ആദ്യം പോകേണ്ട സ്ഥലം, ഏതാണ് അവസാനം പോകേണ്ട സ്ഥലം, ആകെ കൂടെ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഹജ്ജിനോട് അടുപ്പിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷനൊക്കെ പെട്ടെന്ന് തീർത്ത് തരാം. പറയുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത് 5 ദിവസത്തിലാണ്. ദുൽഹജ്ജ് 7, ദുൽഹജ്ജ് 8 ഈ 2 ദിവസങ്ങളിലായിട്ടാണ് ഹാജിമാരൊക്കെ മിനയിലേക്ക് പോകുക. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ എന്ത് ചെയ്യും, മിനയിലേക്കാണ് പോകുക. ദുൽഹജ്ജ് 7 കൂടി ഹാജിമാരൊക്കെ മിനയിലേക്ക് യാത്ര തുടങ്ങും. അപ്പം ദുൽഹജ്ജ് 8 കൂടി എല്ലാ ഹാജിമാരും എന്ത് ചെയ്യും, മിനയിലേക്ക് എത്തും. അപ്പോൾ മാഷാഅല്ലാഹ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിനയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻറ്റുകൾ കാണാൻ പറ്റും. ഈ ഒരു ടെൻറ്റുകളിലൊക്കെയാണ് നിങ്ങൾ മിനയിൽ തങ്ങുക. അപ്പോൾ മിന എന്ന് പറയുന്നത് ഒരുപാട് ടെൻറ്റുകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മിന. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിനയിലാണ്. മിനയുടെ അവസാനത്തിലായിട്ട് നമുക്ക് ജംറ ഉണ്ട്. ഓക്കെ, ജംറയിൽ കല്ലെറിയുന്ന ഏരിയ ഞാൻ അവസാനം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ ഇങ്ങോട്ടേക്കാണ് ജംറ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മിന, പിന്നെ മുസ്ദലിഫ, അറഫ. അപ്പോൾ നമ്മൾ ആദ്യം മിനയിൽ താമസിച്ചിട്ട് നമ്മൾ അറഫയിലേക്ക് പോകും, പിന്നെ മുസ്ദലിഫയിലേക്ക് വരും, പിന്നെ മിനയിലേക്ക് വീണ്ടും വരും അതിന് കല്ലെറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മിനയിലെ ടെൻറ്റുകളുടെ ഒരു കാഴ്ച. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു കാഴ്ച നമുക്ക് ഇവിടെ വരുന്ന സമയത്തൊരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ എളുപ്പമായി തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ടെൻറ്റുകൾ. ഇത് ടെൻറ്റുകളുടെ മുകൾ ഭാഗമാണ്. താഴ്ഭാഗം മാഷാഅല്ലാഹ് നല്ല ബെഡും അതുപോലെ തന്നെ തലയണയും ബ്ലാങ്കറ്റും ഒക്കെ തരും. ഇത് മിനയിലുള്ള ഒരു പള്ളിയാണ്. മസ്ജിദുൽ ഖൈഫ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇവിടെ മാഷാഅല്ലാഹ് പള്ളിയുടെ പരിസരത്തായിട്ട് നമുക്കിനൊരു ബോർഡ് കാണാൻ പറ്റും. അൽ ഖൈഫ് മസ്ജിദ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഈ ജംറ സ്റ്റേഷനിലേക്ക് ട്രയൽ റണ്ണിങ് നടത്തുന്ന ഒരു ട്രെയിനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് മിനയുടെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്, അറഫയിലേക്കാണ് പോകുന്നത്. ഇത് അറഫയുടെ ബൗണ്ടറിയുടെ ബോർഡുകളാണ്. അറഫ സ്റ്റാർട്ട് ഹിയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ബൗണ്ടറിക്ക് പുറത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ബോർഡുകളുടെ ഉൾഭാഗത്തായിരിക്കണം. അടുത്ത അറഫയിലുള്ള ഒരു പള്ളിയാണ് മസ്ജിദ് നമീറ എന്ന് പറയുന്ന പള്ളി. ഇതിൻ്റെ പരിസരത്തും ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ പള്ളിയിലാണ് ഖുത്ബയൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അറഫയുടെ പുണ്യഭൂമിയായിട്ടുള്ള അറഫ മൈതാനിയിലാട്ടോ. മാഷാഅല്ലാഹ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്ജിദ് നമീറയാണ്. അപ്പോൾ ഈ ഒരു മസ്ജിദ് നമീറയിലാണ് നിങ്ങളെല്ലാവരും ഒത്തുകൂടുന്നത്. ഈ അറഫ ബൗണ്ടറിക്ക് ഉള്ളിലായിട്ട് ഈ ഒരു പള്ളിയും അതുപോലെ തന്നെ ജബൽ റഹ്മ മലയും ഒക്കെ ഈ പരിധിക്കുള്ളിലാണ് വരും. മാഷാഅല്ലാഹ് ഈ ഒരു സ്ഥലത്താണ് നിങ്ങളെല്ലാവരും ഒത്തുകൂടുക. അപ്പോൾ അറഫയുടെ കാര്യങ്ങൾ ഇത്രയാണ്. ഈ ഒരു ബൗണ്ടറിയിൽ ഒരുപാട് ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ ഹദിയ കൊടുക്കുന്നത് ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഭക്ഷണം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മിനയിലുള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകും. മാഷാഅല്ലാഹ് ഇതാണ് മസ്ജിദ് നമീറ. വർഷത്തിൽ ഒരു തവണ മാത്രം ഓപ്പൺ ചെയ്യുന്ന പള്ളിയാണ് കേട്ടോ. അത് അറഫയുടെ ദിവസത്തിലാണ്. ഇവിടെയാണ് ഖുത്ബ നടക്കുന്നതും അതുപോലെ തന്നെ ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കുന്ന ആ ഒരു നിസ്കാരവും ഇവിടെ തന്നെയാണ്. മാഷാഅല്ലാഹ്. ഇപ്പോൾ ഈ ഒരു കുടകളൊക്കെ ഉണ്ട്. നമ്മൾ മദീനത്തെ പള്ളിയിലൊക്കെ ഈ കുട കണ്ടിട്ടില്ലേ, അതേപോലെ മാഷാഅല്ലാഹ് ഇവിടെയും ഇതിൻ്റെ മുറ്റത്തുമുണ്ട്. അപ്പോൾ വെയിലൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലെങ്കിൽ മാഷാഅല്ലാഹ് ഫാന് അതുപോലെ തന്നെ ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണ്. അറഫ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ കുറേ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അറഫ ബൗണ്ടറിക്കുള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഹദിയായിട്ട് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അറഫയുടെ ദിവസത്തിൽ കിട്ടും. ഇങ്ങനെ ഈ അറഫയുടെ പരിസരത്തായിട്ട് നമുക്ക് ഇതേപോലെ റോഡുകളുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത് വെയിലുള്ള സമയത്ത് എന്ത് ചെയ്യും, നല്ല തണൽ കിട്ടും താഴെ. അപ്പം അറഫയുടെ ദിവസത്തിൽ ഹാജിമാർക്ക് താമസിക്കാനുള്ള ടെൻറ്റുകളാണ്. വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇൻഷാല്ലാ ഹജ്ജിന് മുമ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ആവും. നമുക്ക് ഇതെല്ലാം കൂടി പോയി കഴിഞ്ഞാൽ ജബൽ റഹ്മ അവിടെ കാണാൻ പറ്റും. ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു മല. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു രക്ഷയിലോട്ടോ, ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഹജ്ജിൻ്റെ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, അറഫയുടെ അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നിങ്ങൾ അറഫ വിടണമെന്നുള്ളതാണ്. അറഫ വിട്ടതിന് ശേഷം നിങ്ങൾ പോകുന്നത് എവിടേക്കാണ്, മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കും അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കല്ലുകളൊക്കെ ജംറയിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെ പെറുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു നേരെ മുസ്ദലിഫയിലേക്ക്.
നമ്മൾ മുസ്തലിഫയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ബോർഡ് കാണാൻ പറ്റും. ഇത് മുസ്തലിഫയുടെ ബൗണ്ടറി രേഖപ്പെടുത്തുന്നതാണ്. മുസ്തലിഫ സ്റ്റാർട്ട്സ് ഹിയർ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് മുസ്തലിഫയുടെ ഒരു ഏരിയ വരുന്നത്. വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മുസ്തലിഫയിൽ രാപ്പാർക്കുന്ന സമയത്ത് ഒരുപാട് ഹാജിമാർ തങ്ങുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നമുക്കൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ മശാഇറുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളിയാണ്. ഇവിടെ നിസ്കാരങ്ങൾ നടക്കും. അതായത് നമുക്ക് എല്ലാ വക്തും നമ്മൾ അന്ന് ഇഷാ നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ രാവിലത്തെ സുബഹി നിസ്കരിക്കുന്നു. ഇതൊക്കെ നമുക്കിവിടെ നിസ്കരിക്കാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ നിന്നാണ് നമ്മൾ കല്ലുകൾ പെറുക്കുന്നത്. അപ്പം മുസ്തലിഫയിൽ നിന്നാണ് കല്ലുകൾ പെറുക്കുന്നത്. അപ്പോൾ മുസ്തലിഫയുടെ ഏരിയയിൽ ഹാജിമാർക്ക് കല്ലുകൾ പെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ വേറെ എവിടെ നിന്ന് നിങ്ങൾ പെറുക്കി വരണ്ട. ഇവിടുന്ന് മുസ്തലിഫയിൽ വരുന്ന ദിവസം അന്ന് നിങ്ങൾ കവർ കൊണ്ടുവരിക. അന്ന് നിങ്ങൾ 70 കല്ല് പെറുക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കിയിട്ട്, വലിയ കല്ലുകളൊന്നും എടുക്കരുത് കേട്ടോ, ചെറിയ കല്ലുകൾ പെറുക്കിയിട്ട് നിങ്ങൾ കവറിൽ എടുത്തു വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മുസ്തലിഫയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മൾ ജംറാത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജംറയിൽ നിങ്ങൾ ഇവിടെ കല്ലെറിയാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കല്ലെറിയുന്ന ജംറ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ജംറയിലേക്കാണ്. ഇപ്പോൾ ജംറ നിങ്ങൾക്ക് ദൂരെ ഒരു പാലം പോലെ കാണുന്നില്ലേ? ആ പാലത്തിലാണ് നിങ്ങൾ, ആ പാലത്തിൻ്റെ ഉള്ളിൽ, അതായത് മീൻസ് പാലത്തിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമാണ്. അവിടെ ജംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ജംറകളുണ്ട്. ജംറത്തുൽ അഖബ, ജംറത്തുൽ ഔല, ജംറത്തുൽ ഉസ്ത. ഇങ്ങനെ 3 ജംറകളിലാണ് നിങ്ങൾ കല്ലുകൾ എറിയാം. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ ജംറയിലേക്കുള്ള വഴിയാണിത്. ഇതിലൂടെയൊക്കെ ഹാജിമാർ നടന്നു വരും. നമ്മൾ ട്രെയിൻ വഴി വരുന്നവരുണ്ടാകാം, നടന്നു വരുന്നവരുണ്ടാകാം. ഏറ്റവും മുകളിലൊരു റൂഫിൽ ഒരു പ്ലെയിനായിട്ടുള്ളൊരു ഭാഗം, ഒരു തൂണ് പോലെ കാണുന്നില്ല, അത് ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സ്ഥലമാട്ടോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഹാജിമാരെ ഹെലികോപ്റ്റർ വഴിയാണ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ ഒരു കൂടാരം പോലത്തെ സാധനം കാണുന്നില്ല, അതാണ് ജംറയുള്ള ഒരു ഏരിയയാണ്. ജംറയുടെ ഏറ്റവും മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ജംറ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജംറ എന്താണെന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ആ ഒരു പാലം ഉണ്ടായിരുന്നതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കാണാൻ പറ്റും. ഇതിലാണ് നിങ്ങൾ പോയിട്ട് കല്ലെറിയുന്നത്. ഈ കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇതേപോലത്തെ 3 ജംറകൾ ഇതിനുള്ളിലുണ്ടാവും. ഈ ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? മുടി മുറിക്കും, ബലിയർപ്പിക്കും. അതിന് ശേഷം നിങ്ങൾ ഹറമിലേക്ക് പോകും. ഹറമിലേക്ക് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുള്ളൂ. മുടി മുറിച്ച് ബലിയർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും തഹല്ലുലാകുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഹറമിൽ പോയി ഉംറ ചെയ്യണം. അതായത് തവാഫും സഅയും പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായിട്ടും തഹല്ലുലാവുള്ളൂ. അങ്ങനെ തഹല്ലുലായതിനു ശേഷം നിങ്ങൾക്ക് ഇഹ്റാമിൽ നിന്ന് സാധാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് കല്ലെറിയാൻ വരുന്നതിന് ഇഹ്റാമൊന്നും വേണ്ട, സാധാ ഡ്രസ്സിലാണ് പിറ്റത്തെ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം, 3ാമത്തെ ദിവസം നിങ്ങൾ കല്ലെറിയാൻ ജംറയിൽ പോകും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെയൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോളി. അപ്പോൾ ക്ലിയർ ആക്കിയതിന് ശേഷം, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഹജ്ജിന് വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ധൈര്യത്തിൽ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് അസുഖം, എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ മാറും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.